വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് തന്നെ വിവാദത്തിലെത്തിയിരിക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ, എല്ലാ മയക്കുമരുന്ന് മദ്യത്തിനെതിരായിട്ടൊരു പോരാട്ടം, മറുഭാഗത്ത് മദ്യത്തെ സാമാന്യവൽക്കരിക്കുകയാണ്, അത് ജനകീയവൽക്കരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം വില കുറഞ്ഞ രീതിയിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ വിവാദം. പ്രതിപക്ഷം ഏതായാലും ഇതിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത, വി.ഡി. സതീശനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത നേതാവാണ് വി.എം. സുധീരൻ. മറ്റാരും അങ്ങനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. വി.എം. സുധീരനൊക്കെ പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് പുതിയ സമീപനം എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഡോക്ടർ കെ ജയപ്രസാദ്, കേരള സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലർ, അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ്. നിലവിലെ സർക്കാർ അവതരിപ്പിച്ച കന്നി ബഡ്ജറ്റ് കേരളം ഒരർത്ഥത്തിൽ സ്വാഗതം ചെയ്യുക ചെയ്തത്. അതിലൊരു പ്രധാന കാരണം അതിൻ്റെ ഒരു ജനകീയ സ്വഭാവം. പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ അതിനകത്ത് വന്നിരുന്നു. അതുകൊണ്ട് കേരളത്തിലൊരു പുതിയ നവകേരളത്തെ സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ ഒരു പ്രധാന കാര്യം, ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ നിലവിലുള്ള സാമ്പത്തിക പരിസ്ഥിതി, അതായത് ഒരു ധവളപത്രം, വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കേണ്ടത്. അപ്പം കേരളം എത്രമാത്രം കടക്കണിയിലാണ് എന്ന് പൊതുസമൂഹത്തെ എൻ്റെ മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ടാണ് പിന്നീട് ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളൊക്കെ വളരെ ഭീതിയോടെ കാണുന്ന ഒരു അവസ്ഥ, കേരളം വലിയ ഒരു കടക്കണിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ മാക്സിമം കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം കിട്ടേണ്ടതെല്ലാം കിട്ടുക, അത് വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു ഭാഗത്ത്. മറ്റൊന്ന് അധിക വിഭവ സമാഹരണം എന്നുള്ളതാണ്. നിലവിലെ കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ഈടാക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ ടാക്സ് പോലും പിരിച്ചെടുക്കുന്നതിൽ പലപ്പോഴും ബന്ധപ്പെട്ട വകുപ്പുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയമല്ല, ബോധപൂർവമാണ്. അതിനകത്തൊരു പുറകിൽ രാഷ്ട്രീയമുണ്ട്. നമ്മളത് കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ ദൂർത്തൊരു ഭാഗത്തും അതുപോലെ വലിയ അഴിമതിയും തകർച്ചയും മറുഭാഗത്തും ഉണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന 2 മേഖല എന്ന് പറഞ്ഞാൽ, ഒന്ന് മദ്യം, മറ്റൊന്ന് ലോട്ടറി, പിന്നെ മൂന്നാമത് വരുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്, ഡയറക്റ്റ് ടാക്സ് സ്റ്റേറ്റിന് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ മദ്യത്തിന് നമ്മുടെ വി.ഡി. സതീശൻ മുന്നിൽ വെച്ച ഒരാശയം, അതായത് മദ്യത്തിൻ്റെ നിലവിലുള്ള ടാക്സ് 251%. അപ്പോൾ ഈ 251% ബദലായിട്ട് ഒരു പുതിയ സ്ലാബ് കൊണ്ടുവരികയാണ്. അതിൽ മദ്യത്തിൻ്റെ വീര്യം അനുസരിച്ചുകൊണ്ട് 0.5 മുതൽ, അതായത് 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% ടാക്സാണ്. അപ്പം നിലവിൽ അങ്ങനെ എല്ലാ മദ്യത്തിനും ഒരേ ടാക്സ് ആണെങ്കിൽ, ഇതിൽ ആദ്യത്തെ കാറ്റഗറി വീര്യം കുറഞ്ഞതിന് 10% വരെ 120%, 10 മുതൽ 20% വരെ വീര്യമുള്ളതിന് 175%, 20%-ന് മുകളിലുള്ളതിന് 251% എന്നുള്ള തരത്തിലാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും നിലവിൽ 251% പിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കുറഞ്ഞതൊരു 600-700 കോടി രൂപയെങ്കിലും കുറയും ഈ തരത്തിൽ നികുതി പിടിച്ചെടുക്കുമ്പോഴേ. കാരണം ഒന്ന്, മദ്യത്തിന് 2 ആസ്പെക്ട് ഉണ്ട് എനിക്ക് തോന്നുന്നത്. അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ അത് കുറയ്ക്കുന്നില്ല. അപ്പം ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം വാങ്ങുന്നത് പുതിയ ഗുണഭോക്താക്കളായിരിക്കും, അല്ലെ പുതിയ ഉപഭോക്താക്കളായിരിക്കും എന്നുള്ളതല്ലേ? അതെ അതെ. ഈ അങ്ങനെയാകുമ്പോൾ വരുമാനം കുറയില്ലല്ലോ. അല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ വീര്യം കുറഞ്ഞ മദ്യം വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ കേരളത്തിൽ പൊതുവെ ആളുകൾ മദ്യപിക്കുന്നത് തന്നെ നല്ല അടിച്ചു പൂസാവാനാണ്. അവിടെ വീര്യം കുറഞ്ഞത് വേണം എന്നുള്ളത്, അത് നിലവിൽ നമ്മുടെ സ്ത്രീകൾ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഭാഗങ്ങൾ, ബിയർ കഴിക്കുന്ന ആൾക്കാരൊക്കെയാണ് ആ ഗണത്തിൽപ്പെടുന്നത്. അപ്പം നിലവിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നോ ഏതെങ്കിലും കാറ്റഗറിയിൽ നിന്നോ ഇനി മദ്യപാനികളിൽ നിന്നോ ഞങ്ങൾക്ക് കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം തരണം എന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോഴിത് ആരുടെ താല്പര്യമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ പുറകിൽ ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത്. കാരണം സാമ്പത്തികമായി സംസ്ഥാനത്തിന് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതായത് മദ്യപാനം കുറയ്ക്കുന്നതിനുള്ളൊരു പോംവഴി എന്നുള്ള തലത്തിലാണ് ഹയർ ടാക്സേഷൻ കേരളത്തിൽ ഫിക്സ് ചെയ്തത്. കാരണം 251% ഒരു ദയവുമില്ലാതെയാണ് മദ്യപാനികളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. അത് മദ്യപാനത്തെ
തടയുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള തരത്തിലാണ്. പക്ഷെ അതുകൊണ്ട് ആരും മദ്യപാനം കേരളത്തിൽ കുറഞ്ഞിട്ടില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്നാൽ ഗവൺമെന്റിന് വരുമാനം അപ്പൊ ആ വരുമാനം 251% മദ്യത്തിന്റെ വീര്യം നോക്കാതെ എല്ലാവർക്കും ഒരു യൂണിഫോം ആയിട്ടാണ്. ഇത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ്. അപ്പൊ ഇത് മദ്യത്തെ കൂടുതൽ ജനകീയമാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് വിചാരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും കൂടുതൽ മദ്യപാനത്തിലേക്ക് വരുന്നതിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ വീര്യം കുറഞ്ഞത്. അതായത് 10% താഴെ കൊച്ചുകുട്ടികൾ മുതൽ കുടിക്കാൻ തുടങ്ങാം. അല്ല, ഒരു സ്വാഭാവികമായ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറഞ്ഞാല് വീര്യം കുറഞ്ഞ മദ്യം കഴിച്ചാൽ പതുക്കെ പതുക്കെ വീര്യം കൂടിയ മദ്യത്തിലേക്ക് പോവുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. വീര്യം കൂടിയ മദ്യം കഴിക്കുന്ന ആള് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക്. അല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും മധുരം കഴിക്കുന്ന ആളാണെങ്കിലും കൂടുതൽ കഴിക്കാനല്ലേ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ വീര്യം കുറഞ്ഞ് കഴിച്ച് ശീലിച്ച ഒരാള് തീർച്ചയായിട്ടും അവന് ഉന്നതങ്ങളിലേക്ക് പോകുക എന്നുള്ളത് ഒന്ന് പ്രകൃതി നിയമമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ അടുത്ത സ്ലാബിലെ മദ്യത്തിലേക്ക് പോകും. അപ്പോൾ 10% നിന്ന് 20% രണ്ടാമത്തെ LKG നിന്ന് UKG ആകുന്നത് വരെ അവൻ മദ്യപാനം അടുത്ത ലെവലിലേക്ക്, അതിൽ മദ്യപാനത്തിന്റെ UKGയിൽ വരുമ്പോഴത്തേക്ക് 20% വീര്യം, അതിനുശേഷം 20% മുകളിൽ. അപ്പം നമ്മൾ വാങ്ങാൻ പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത 251% ഇന്ന് വീര്യം നോക്കാതെ എല്ലാവർക്കും ഒരേ സ്ലാബാണ്. അപ്പോൾ അതിന് ബദലായിട്ട് നിങ്ങൾക്ക് 3 ലെവൽ ടാക്സേഷൻ വരികയാണ്. അപ്പോൾ ഇത് ആരുടെ താല്പര്യമാണ്? അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത്, നിലവിൽ നമ്മുടെ കേരളത്തിലെ ബിവറേജ് കോർപ്പറേഷനിലൊന്നും തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് കാര്യമായ മാർക്കറ്റില്ല. എന്നാലും മറ്റ് സംസ്ഥാന കർണാടക പോലുള്ള മേഖലയിൽ കാര്യമായ ഉൽപ്പാദിപ്പിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന് കൂടുതൽ മാർക്കറ്റുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ ഈ കർണാടകത്തിലെ മറ്റേ ഏതോ ഒരു കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എന്നുള്ള തരത്തിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് കമ്പനിയുടെ പേരുൾപ്പെടെ പറഞ്ഞ് നിയമസഭയിൽ പറഞ്ഞത്. കാരണം ഈ നിർദ്ദേശം 2023 അവരൊരു അപേക്ഷ കൊടുത്തിരുന്നു, വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കാനുള്ള ഒരു നിർദ്ദേശം. യഥാർത്ഥത്തിൽ ഈ VD സതീശൻ നടപ്പാക്കിയ ഈ സ്ലാബ്, മദ്യത്തിന്റെ പുതിയ സ്ലാബ്, ഇത് ഇടതുമുന്നണിയുടെ കോൺട്രിബ്യൂഷനാണ്. 2023 അവർ ഈ ഒരു നയം കൊണ്ടുവന്നത്. പക്ഷെ അത് നടപ്പാക്കിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ നയം കൊണ്ടുവന്നു, അന്ന് എതിർപ്പുണ്ടായി. നയം കൊണ്ടുവന്നെങ്കിലും നടപ്പാക്കാതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം സംസ്ഥാനത്തിന് മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയുകയാണ്. അപ്പം ഗവൺമെന്റ് അത്തരം ഒരു ജനകീയമായി കുറയ്ക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് നിലവിലുള്ള ടാക്സ് കുറയ്ക്കാൻ തയ്യാറായില്ല. അത് അങ്ങനെ ഫൈനൽ കിടക്കുകയായിരുന്നു. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം ഒരു തീരുമാനം യുദ്ധകാല അടിസ്ഥാനത്തിൽ എടുക്കാനുള്ള പ്രേരണ എന്താണ്? രണ്ടാമത്, നമ്മൾ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ ശിഷ്യരാണ് കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്. അതെ, അദ്ദേഹം നെഹ്റുവിനെ എല്ലാ ദിവസവും നെഹ്റുവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പം മദ്യപാനത്തെ നിരുത്സാഹപ്പെടുത്തുക, മദ്യവർജനമാണ് അവരുടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നയം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളിലും മദ്യവർജനം, അതായത് ഇത് ബാൻ ചെയ്യുന്ന കാര്യം പല സംസ്ഥാനങ്ങളിൽ പേര് ബാൻ ചെയ്തിട്ടുണ്ട്, പല എഴുതി ചേർത്ത കോൺഗ്രസ്സുകാരാണ്. അപ്പം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് മദ്യത്തിന് മാക്സിമം ടാക്സ് വാങ്ങി അത്യാവശ്യം കുടിക്കണമെങ്കിൽ കുടിച്ചോട്ടെ, സ്റ്റേറ്റിന് വരുമാനം കിട്ടുമെന്നുള്ള ഒരു പോളിസിക്ക് ബദലായിട്ട് കൂടുതൽ ജനകീയമാക്കുന്ന തരത്തിൽ ഉള്ള ശ്രമമാണ് ഇതിന്റെ പുറകിൽ. പലരും പറയുന്നത് മദ്യം ഇല്ലെങ്കിൽ പകരം മയക്കുമരുന്നൊക്കെ കയറും എന്നുള്ളതാണ്. അല്ല, അവിടെയാണ് വിഷയം. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്ന കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അധികാരത്തിലേറി ചെന്നിത്തല ഉടനെ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന തരത്തിൽ കേരളത്തിൽ വ്യാപകമായി ഈ മയക്കുമരുന്നിനെതിരായ സർക്കാരിൻ്റെ ഒരു ശക്തമായ നിയമ നടപടി എന്നുള്ള തരത്തിൽ ഇപ്പോൾ ഏതാണ്ട് 3500ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ ഇങ്ങനെ യാതൊരു തടസ്സവുമില്ലാതെ മയക്കുമരുന്ന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നതാണ് ഇതുവരെ പിടിച്ചതല്ല. അപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർ, +2 ലെവലിലെ കുട്ടികൾ ഉൾപ്പെടെ ഈ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിൽ പോലീസുകാർ തലേദിവസം ഉണ്ടായിരുന്നു, ഈ നിയമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് നേരത്തെ ആകാൻ അങ്ങനെ ഒരു ഓപ്പറേഷന്റെ ആവശ്യമില്ല. നിലവിലുള്ള നിയമപ്രകാരം 24/7 പോലീസിന് ഇത്തരം നടപടികൾ ചെയ്യാം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മറ്റു ബന്ധപ്പെട്ട വകുപ്പുകൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുണ്ട്. അപ്പം കേരളത്തിൽ ഇത്രയും വ്യാപകമായ മയക്കുമരുന്ന്, വിശേഷിച്ചും നമ്മുടെ അതിഥി തൊഴിലാളികളിലൂടെ അവരെ കരിയറായിട്ട് കൊണ്ടുവരുന്നു. ബാംഗ്ലൂരിൽ നിന്നൊക്കെ പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി കടത്തുന്നു. പല പോലീസ് ഓഫീസേഴ്സിനും പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ കാരണം നടപടിയെടുക്കാൻ കഴിയാതെ വരുന്നില്ല. അപ്പം നമ്മുടെ കലാലയങ്ങൾ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു നമ്മുടെ മയക്കുമരുന്ന് കുട്ടികളെ എങ്ങനെയാണ് മയക്കുമരുന്നിലേക്ക്
കൂടുതൽ ആകർഷിക്കാമെന്നുള്ള തരത്തിലുള്ള പരിപാടിയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ SFIയുമായി ബന്ധപ്പെട്ട് തന്നെ അപ്പം നമ്മുടെ നേരത്തെ കളമശ്ശേരിയിലും പോളിടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി. പിന്നെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന അയാൾക്ക് അതൊക്കെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാഗിങ് ആയിരുന്നു. അപ്പോൾ ആ തരത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ മയക്കുമരുന്നിന് അടിമപ്പെടുകയും +2 ലെവലിൽ സ്കൂളുകളിൽ കഴിഞ്ഞ സ്കൂളിൽ വർഷം അവസാനിക്കുന്ന സമയത്ത് വ്യാപകമായി കുട്ടികൾ റോഡിൽ കിടന്ന് അടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാതിരിക്കുകയും ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറയുകയാണെങ്കിൽ മാത്രം പിടിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു നാടകം എന്നുള്ള തരത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് കൂടുതൽ മദ്യത്തെ ജനകീയവൽക്കരിക്കാനും ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് നടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പിണറായി വിജയൻ സർക്കാരിനെ അനുകരിക്കുകയാണ് VD സതീശൻ ചെയ്തത്. ഇവിടെ ഒരു വിഷയം ഇപ്പൊ തന്നെ ഈ അടുത്ത് മനോരമയിലും അത് വന്നിരുന്നു. അത് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ സാമ്പത്തിക വർഷം. അപ്പം ഇവിടെ ഇപ്പൊ മദ്യത്തിന്റെ ടാക്സ് എന്ന് പറയുമ്പോൾ 251% ഈടാക്കുന്നത് നമ്മൾ ബീവറേജസ് കോർപ്പറേഷൻ വഴി ഒക്കെയാണ് ഈടാക്കുന്നത്. അതേസമയത്ത് ബാർ ഹോട്ടലുകളിലൊക്കെ ഈടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ഈ ടാക്സ് കൊടുത്ത മദ്യം ബാർ ഹോട്ടലിൽ നിന്ന് ലൂസാക്കിയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് കടകളിൽ ആ ബാർ ഹോട്ടലിന്റെ ടോട്ടൽ ടേൺ ഓവറിന്റെ 10% ടാക്സ് ആയിട്ട് ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അവസാനത്തെ സാമ്പത്തിക വർഷം എന്താ സംഭവിച്ചത്? 100 കോടി രൂപ കുറവാണ്. ബാക്കി എല്ലാ വർഷത്തേക്കാളും 100 കോടി. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ GST സംവിധാനമുണ്ട്. ഈ GSTക്കകത്ത് ഒരു റെൻ എന്ന് പറയുന്ന ഒരു ഓഫീസർ സെൻട്രൽ സിസ്റ്റത്തിനകത്തുള്ള ഒരു ഓഫീസറെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഈ ഓഫീസറെയാണ് സർക്കാരിന്റെ വലിയ പരിപാടികൾ വരുമ്പോൾ പിരിക്കാൻ ഏൽപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ 100 കോടി രൂപ ഇവർക്ക് ഇളവ് കൊടുത്തതാണ് സത്യത്തില് ഫണ്ട് ഇവർക്ക് കൊടുത്തത്. മാത്രമല്ല ബാറുകളുടെ സമയം രാത്രി 12 മണിയിലാക്കി കൊടുത്തു. അപ്പൊ നമ്മുടെ കേരളത്തില് മയക്കുമരുന്ന് വ്യാപകമാകുന്നു, മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് പകരം മാക്സിമം കൂട്ടുന്നു, ബാറുകളുടെ എണ്ണം കൂടി, അതിന്റെ സമാന്തരമായിട്ട് സമയവും രാത്രി 12 മണി വരെ ബാറുകൾ ഓപ്പൺ ചെയ്ത് വെക്കാനുള്ള ഒരു അവസരം നേരത്തെ ടൂറിസ്റ്റ് മേഖലയിൽ മാത്രം അനുവദിച്ചതാണ്. ആ തരത്തിൽ ഒരു ഭാഗത്ത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. അന്ന് അതിനെതിരെ ശക്തമായി വിമർശിച്ച ആള് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും മദ്യത്തെ കുറച്ചുകൂടി ജനകീയവൽക്കരിക്കുന്നതിനുള്ള ഡൈല്യൂട്ട് ചെയ്ത് വീര്യം കുറഞ്ഞ മദ്യം ടാക്സ് കുറച്ച് നിങ്ങൾ കുറച്ച്, അതായത് നിങ്ങളെ 251% ടാക്സ് ഇല്ലാതെ കുറഞ്ഞ ടാക്സിൽ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കൂ എന്ന് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന് ശ്രദ്ധേയമായത് കോൺഗ്രസിനകത്തുള്ള ഭിന്നത മറന്നീക്കി പുറത്തു വന്നു. അപ്പം VD സതീശന്റെ ഗവൺമെന്റിന്റെ ഹണിമൂൺ അത് തുടക്ക സമയത്തിൽ തന്നെ ഏതാണ്ട് പരാജയമായി എന്നുള്ളതാണ്. കാരണം KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങൾ. അത് മദ്യത്തിൽ മാത്രമല്ല, കരിമണൽ ഖനനം പ്രൈവറ്റ് ഏജൻസി കൊടുക്കുന്ന കാര്യത്തിൽ നേരത്തെ നമ്മുടെ VM സുധീരനെ പോലുള്ളവർ ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തിയതാണ്. അപ്പം കോൺഗ്രസ് പാർട്ടി തന്നെ കടലിൽ ഇറങ്ങി നിന്ന് സമരം നടത്തിയിട്ടുണ്ട്. ഈ KC വേണുഗോപാൽ ഉൾപ്പെടെ, ഈ KC വേണുഗോപാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ VD സതീശൻ ഉൾപ്പെടെ പങ്കെടുത്തുള്ള സമരം നടത്തിയിട്ടുണ്ട് ഈ ഖനനത്തിനെതിരായിട്ട്. അപ്പോൾ അവർ ഈ ബഡ്ജറ്റിൽ ഖനനത്തിനുള്ള പ്രൈവറ്റ് ഏജൻസികളെ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 മേജർ വിഷയങ്ങളാണ്. മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചു വീര്യം കുറഞ്ഞ മദ്യത്തെ ജനകീയമാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കരിമണൽ ഖനനം. അപ്പോൾ കഴിഞ്ഞ ദിവസം VM സുധീരൻ VD സതീശന് ഒരു കത്തെഴുതുകയുണ്ടായി. കാരണം VD സതീശനെ ഏറ്റവും കൂടുതൽ ആശീർവദിച്ച കോൺഗ്രസിന്റെ സീനിയർ നേതാവ് VM സുധീരനായിരുന്നു. അപ്പോൾ ഈ 2 പോളിസിയും ശക്തമായി വിമർശിച്ചുകൊണ്ട് VM സുധീരൻ കത്തെഴുതുണ്ടായി. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ മുഖ്യധാര ചാനലുകളെല്ലാം പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റിയത്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയാതെ വന്നു. ഇന്ന് നിയമസഭയിൽ ഇതിന് വ്യക്തമായ അഴിമതിയുണ്ട്, ഇതിനു വേണ്ടി അപേക്ഷിച്ച കമ്പനിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ തന്നെ മുന്നിൽ വരികയുണ്ടായി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും സതീശൻ സർക്കാർ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വ്യത്യസ്തമായ ഇടതുമുന്നണി ഭരണത്തിന് വ്യത്യസ്തമായ ഒരു ഭരണം നൽകുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല നിലവിൽ തന്നെ ഇതിപ്പോ ജനം മദ്യാസക്തിയിലേക്ക് പോവുകയും ചെയ്യുന്നു, സർക്കാരിന് വരുമാനവും കുറയുന്നു, പകരം ഇവർക്ക് പണം കിട്ടുന്നു, അല്ലെങ്കിൽ ഇടനിലക്കാർക്ക് കമ്പനികൾക്ക്. ഇപ്പൊ കർണാടകത്തിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെ ധാരാളം സംഭാവന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് ലഭിച്ചിരുന്നു.
അവരുടെ താല്പര്യം ഇതിന്റെ പുറകിലുണ്ടാകും. കാരണം ഈ അപ്പൊ ഇതിപ്പം KC വേണുഗോപാലിന്റെ താല്പര്യമാണോ അല്ല VD സതീശന്റെ താല്പര്യമാണോ? അല്ല, ഇത് VD സതീശന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം അറിഞ്ഞുള്ള തീരുമാനം ആണെന്ന് എക്സൈസ് മിനിസ്റ്റർ ലിജു ഫസ്റ്റ് ഡേയിൽ തന്നെ അവരുടെ മിനിസ്ട്രിയുമായി എക്സൈസ് മിനിസ്ട്രിയുമായിട്ട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈകഴുകിയിരുന്നു. അതായത് എക്സൈസ് മിനിസ്റ്റർക്ക് ഇതിനകത്ത് പങ്കില്ല, ഇത് ഫിനാൻസ് മിനിസ്ട്രി എന്നാണ്. അത് VD സതീശൻ അറിയാതെ ഇത്തരമൊരു ബഡ്ജറ്റ് പ്രപ്പോസൽ വരില്ല. മാത്രമല്ല അദ്ദേഹം അത് ഡിഫെൻഡ് ചെയ്തു. നമ്മൾ വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്ന കമ്പനികൾക്ക് കേരളത്തിൽ വലിയ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. അതിൽ കൂടുതലും ഈ പുതിയ മദ്യപാനികളായിരിക്കും ഇതിൽ കൂടുതൽ ആകർഷിക്കുന്നത്. അപ്പം നമ്മുടെ നിലവിലുള്ള മദ്യപാനികൾക്ക് ഈ വീര്യം കുറഞ്ഞതിനോട് വലിയ താല്പര്യം കാണില്ല. ആ തരത്തിൽ വരുന്ന തീരുമാനം ഇതിന് സമാന്തരമായിട്ട് ബന്ധു നിയമനത്തിൽ പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായ അതേ അവസ്ഥ തന്നെ ഇവർക്ക് വന്നു. ഗവൺമെന്റ് പ്ലീഡറുടെ വിഷയത്തിലുണ്ടായി. ദേവസ്വം ബോർഡിലെ പ്ലീഡറെ നിയമിച്ച സമയത്ത് ദേവസ്വം ബോർഡ് മിനിസ്റ്റർ പറഞ്ഞു തന്നോട് ചർച്ച ചെയ്തില്ല എന്ന്. അപ്പം മുരളീധരൻ ദേവസ്വം മിനിസ്റ്റർ എന്ന തരത്തിൽ അത് മുഖ്യമന്ത്രി റിജക്ട് ചെയ്യുന്നു, ലിജു മുഖ്യമന്ത്രിയെ റിജക്ട് ചെയ്യുന്നു. അപ്പം കാരണം പിണറായി വിജയൻ എന്ത് ശൈലിയാണോ സ്വീകരിച്ചത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, ഇപ്പം PMC സ്കൂൾ പ്രോജക്റ്റിൽ പോലും മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല എന്നാണ് CPI ആരോപിച്ചത്. അപ്പം ആ തരത്തിലുള്ളൊരു സമീപനം തന്നെയാണ് VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഈ സർക്കാരിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ തുടക്കത്തിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഈ സർക്കാരിനെ കണ്ടതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഇത്രയും നെഗറ്റീവ് കമൻറ്റ് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതേ ഉള്ളൂ, അതിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഈ VD സതീശൻ സർക്കാരിൻ്റെ തുടക്കം 1-2 ഫ്രീ ബീസ് കൊടുത്ത് സ്ത്രീകൾക്ക് KSRTC ബസ് യാത്ര സൗജന്യം തുടങ്ങിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനകീയമാക്കിയെന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മളൊക്കെ വിചാരിച്ചു. പക്ഷേ ആ സന്തോഷം ഈ ബഡ്ജറ്റോടെ അവസാനിക്കുകയാണ്. വിഭവ സമാഹരണത്തിന് പകരം എങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിഭവത്തെ കുറയ്ക്കാം എന്നുള്ള ഒരു നയവും മദ്യനയത്തിലുണ്ടാക്കിയ ഡൈലൂഷനും തീർച്ചയായിട്ടും കൂടുതൽ വിമർശിക്കപ്പെടും. അത് VD സതീശന് സർക്കാരിനെ വലിയൊരു കരിനിഴൽ വീഴ്ത്തുന്ന ഒരു സംഭവമായി തന്നെ മാറും.